പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രിയുടെ ആദ്യ അലോട്ട്മെന്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും നിങ്ങൾ. ആദ്യ അലോട്ട്മെന്റോട് കൂടി തന്നെ വരുന്ന ഒരു പ്രക്രിയയാണ് കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ്. എന്താണ് കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ്, അത് എങ്ങനെയാണ് ചെയ്യൽ, എങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ പ്രക്രിയ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ അഡ്മിഷൻ നോട്ടിഫിക്കേഷനുകൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ റൂൾസ്, റെഗുലേഷന്, മറ്റു എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിങ്ങിനെ കുറിച്ചും അതിന്റെ അഡ്മിഷൻ പ്രക്രിയയെക്കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും കൂടി നമ്മൾ ഇവിടെ പറയുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രിയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ് ആരംഭിക്കാം. കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ നിങ്ങൾക്ക് യോജിച്ച കമ്മ്യൂണിറ്റി കോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത പ്രിന്റ് ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്ന അതിന്റെ അടിയിൽ ആ 20 ഓപ്ഷനുകൾക്ക് തൊട്ടടിയിലായിട്ട് കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷനുകൾ കാണാവുന്നതാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ എന്തിനും കൂടി സാധിക്കുകയുള്ളൂ, കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷനും കൂടി ലഭിക്കുള്ളൂ. ഓക്കെ, അത് ആദ്യം ശ്രദ്ധിക്കുക. ഇനി ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇനി ലഭിക്കില്ല എന്ന് പറയാണ്. അത് ചെയ്യാത്ത വിദ്യാർത്ഥികളെ, കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷനുകൾ നിങ്ങളുടെ പ്രിന്റ് ഔട്ടിൽ ഇല്ലാത്ത വിദ്യാർത്ഥികൾ, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ, അതിന് കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് വേണോ എന്ന് ചോദിച്ച ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിൽ പെടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഈ വരുന്ന 21-ാം തീയതി ആരംഭിക്കും. അത് 24-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ അവസാനിക്കുന്നതാണ്. അത് ആ കാര്യം ആദ്യം ആ ഡേറ്റ് മനസ്സിലാക്കി വെക്കാം. അത് തുടക്കത്തിൽ തന്നെ സൈറ്റ് ബ്ലോക്ക് ആയിരിക്കും. ഒരു 22-ാം തീയതിയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ട്രയൽ അലോട്ട്മെന്റ് നോക്കിയതുപോലെ തന്നെ ഇനി വരുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് കാണാം. നിങ്ങളുടെ സൈറ്റിൽ അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് കാണാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ ലിങ്കിൽ ഇവിടെ കാണുന്ന പോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് കാണാം. ആ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യാൻ കഴിയും. അവിടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി പിന്നും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഗിൻ ചെയ്ത് വരും. അതിൽ മറ്റു പല ഫീച്ചേഴ്സിന്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടിംഗ് എന്ന് കാണാം. ആ കമ്മ്യൂണിറ്റി കോട്ട റൈറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളെല്ലാം കാണാം. ആ ഓപ്ഷനുകളിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യാം. ഓരോന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, റിപ്പോർട്ടഡ് എന്ന് ആക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ കോഴ്സിലേക്കും എന്ത് ചെയ്യാം, റിപ്പോർട്ടിംഗ് കൊടുക്കാം. അത് കൊടുത്തു ചേർച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റിനെ ബാധിക്കില്ല, നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റിനെ ബാധിക്കില്ല, നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റിനെ അത് ബാധിക്കില്ല. നിങ്ങൾ കൊടുത്തു, അതിന്റെ ഓപ്ഷനുകൾ ആദ്യം എനിക്ക് ഈ കോളേജാണ് വേണ്ടതെന്നുള്ള ആ ഒരു പ്രശ്നവും കരുതരുത്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഓപ്ഷൻ ഫസ്റ്റ് സെക്കൻഡ് ഓപ്ഷനൊന്നും ഇവിടെ പ്രാധാന്യമില്ല. നിങ്ങൾ 5 ഓപ്ഷൻ ഉണ്ട് കമ്മ്യൂണിറ്റി കോട്ട. 5 കോളേജിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ 1-ാം റാങ്ക്, മറ്റേ കോളേജിൽ 3-ാം റാങ്ക്, മറ്റേ കോളേജിൽ 4-ാം റാങ്ക് കിട്ടാം. അങ്ങനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഷെഡ്യൂളിൽ പറയുന്ന ദിവസമുണ്ട്. കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 29-ാം തീയതി കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, ഈ സ്റ്റുഡൻസ് ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് കാണാം. അങ്ങനെ കമ്മ്യൂണിറ്റി കോട്ട നിങ്ങളുടെ റാങ്ക് എത്രയെന്ന് കാണാം. എന്നിട്ട് കോളേജുകളാണ് ഇതിന്റെ അഡ്മിഷൻ നടപടികൾ ചെയ്യാറുള്ളത്. ഇതിന്റെ അഡ്മിഷന്റെ നടപടികൾ ആരംഭിക്കുന്നത് 1-ാം തീയതിക്ക് ശേഷമാണ്. ജൂലൈ 1-ന് ശേഷമാണ് ഇത് ആരംഭിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ കോളേജ് കോണ്ടാക്ട് ചെയ്തിട്ടാണ് വിളിക്കാം. കോളേജിൽ നിന്ന് കോൾ വരും, നിങ്ങൾക്ക് കോൾ വരും, നിങ്ങൾക്ക് ഇന്ന കോളേജിന്, ഈ കോളേജിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സമയത്ത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ വേറൊരാൾക്ക്, അതിൻ്റെ നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആളുകൾക്ക് അഡ്മിഷൻ കൊടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ പ്രക്രിയയുള്ളത്. നമ്മളെന്ത് ചെയ്യാം, ഇതിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അത് കൃത്യമായിട്ട് കരുതേണ്ട, റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. റിപ്പോർട്ട് എല്ലാ കോളേജിലും കൊടുക്കുക.
റിപ്പോർട്ട് കൊടുത്തിട്ട് കോളേജിൽ നിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. നിങ്ങൾ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കൊടുക്കും. അതോടുകൂടി നിങ്ങൾക്ക് ആ അഡ്മിഷൻ അവിടെ ഇല്ലാതാകും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കിട്ടിയെന്ന് കരുതാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടൻ്റെ ആവശ്യമില്ല എന്നും കരുതിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാതെയും ഇരിക്കാം. പക്ഷേ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിങ് ചെയ്യുക, ഓൺലൈൻ റിപ്പോർട്ടിങ് ചെയ്യുക. ഓൺലൈൻ റിപ്പോർട്ടിങ്ങിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വീണ്ടും വരുന്നതാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.